നമസ്കാരം. നമ്മുടെ തലസ്ഥാനമായ രാജ്യ തലസ്ഥാനമായ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിൽ ആഭ്യന്തരമായ സുരക്ഷ എത്രത്തോളമുണ്ട്? ഉണ്ടോ? പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു സംഭവം ഒക്ടോബർ 28 നടന്ന ഒരു സംഭവമാണ്. അവിടെ തായ്ലൻഡിൽ നിന്നും ബ്രിട്ടനിലേക്ക് കൈമാറേണ്ട ഒരു കുറ്റവാളി, അദ്ദേഹത്തിൻ്റെ പേര് ജോർഡൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ്പാട്രിക് എന്നാണ്. വല്ലാത്ത പേര്. അദ്ദേഹത്തിനെ അവിടുന്ന് കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറക്കി. അവിടെ ഇങ്ങനെ ആളുകളെ കൈമാറേണ്ട കണക്ഷൻ ഫ്ലൈറ്റിൽ, അടുത്ത ലണ്ടനിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ വേണ്ടി അവിടെ ഇരുത്തിക്കുകയാണ് ക്യാബിനിൽ. അതായത് പാസഞ്ചർ ട്രാൻസ്ഫർ ഏരിയ എന്ന് പറയുന്ന അവിടെ അദ്ദേഹത്തിനെ ഇരുത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ സുരക്ഷ എന്ന് പറയുന്നത് എയർലൈൻസുകാരുടെ കയ്യിലാണ്. ഓക്കെ. പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം അടുത്ത ഇതിൽ, അതായത് ആ ബാരിയർ മറികടന്ന് അദ്ദേഹം പാസഞ്ചേഴ്സ് പോകുന്ന വഴിയിലൂടെ അദ്ദേഹം പോയി. CCTVയിൽ കാണുന്നുണ്ട് ആ ഡൽഹിയിലെ മോബിലേക്ക്, അല്ലെങ്കിൽ ആ ഡൽഹിയിലെ ആളുകളുടെ പോപ്പുലേഷൻ ഇടയിലേക്ക് അയാൾ മറഞ്ഞു പോകുന്നത്. ഈ ഭീകരൻ എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? പാർലമെൻറ്റാണോ, നമ്മുടെ ഭരണകേന്ദ്രമാണോ, അതോ വേറൊരു സ്ഫോടനമാണോ? എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് അയാളെ പിടിയിട്ട പുള്ളിയായിട്ട് അങ്ങോട്ട് അയച്ചത്? അങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യേണ്ട മനുഷ്യനാണ്. അവിടെ ചെന്നപ്പോഴാണ് എയർ ഇന്ത്യയുടെ വിമാനം അവിടെ ചെന്നപ്പോഴാണ്, ബ്രിട്ടനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇയാളില്ല. നല്ല സുരക്ഷിതത്വം അല്ലേ? കുറച്ച് നാളേ ആയുള്ളൂ ഇവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ട്. ഇനി 312 ഡോക്ടേഴ്സ്, അതായത് നമ്മുടെ എന്താ പറയുക, ഹിപ്പോക്രാറ്റ് ഓത്തൊക്കെ എടുത്ത ഡോക്ടേഴ്സ്, MBBS ഡോക്ടേഴ്സ്, നമ്മുടെ വല്ലാത്ത അവസ്ഥ, ജീവൻ പോകുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ഡോക്ടേഴ്സ്, അവരാണ് ഈ ബ്ലാസ്റ്റിന് പിന്നിൽ. അൽ ഹല എന്നാണിപ്പോൾ ആ മെഡിക്കൽ കോളേജ്, അതിൻ്റെ പേര്. അവിടെ നിന്ന് ഒരു ഡോക്ടേഴ്സിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടെ സ്പൈഡർ എന്ന പേരിലാണ് അവർ ഒരു ഗ്യാങ് ഫോം ചെയ്തത്. ഈ എക്സ്പ്ലോസീവ് കൊണ്ട് 32 സ്ഥലങ്ങളിലും 36 സ്ഥലങ്ങളിലും അവർ പ്ലാൻ ഇട്ടിരുന്നു. ഇനി വരാൻ പോകുന്ന എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അവിടേക്ക് എക്സ്പ്ലോഷൻ നടത്താനായിട്ടായിരുന്നു പ്ലാൻ. വളരെ മഹനീയയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടറും, വളരെ PG ഒക്കെ ഉള്ള ഒരു വനിതാ ഡോക്ടറും അതിനകത്തുണ്ടായിരുന്നു. ബ്ലാസ്റ്റ് നടത്തിയവനാകട്ടെ ഒരു അനസ്തീഷ്യോളജിസ്റ്റ്. എങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ ഡോക്ടർമാരെ കാണുക? പേടി തോന്നില്ലേ? ഇനി നമുക്ക് ഫ്രീ ആയിട്ട്, ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ല മതം എന്താണ്, ജാതി എന്താണ്. ഡോക്ടർ എന്ന് വെച്ചാൽ ദൈവം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇനി അങ്ങനെ പോകാൻ പറ്റുമോ? റെസിൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ്, അതും പിടിച്ചിട്ടുണ്ട് ഒരാളിൽ നിന്ന്. അതുണ്ടാക്കാനായിട്ടുള്ള ആവണക്കിൻ്റെ കുരുവിൻ്റെ ചണ്ടി, കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന ചണ്ടിയിൽ നിന്നാണ് ഈ പോയിസൺ ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണം തീർച്ചയാണ്. അതുമായിട്ടും ഒരു ഡോക്ടറെ പിടിച്ചു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇവരുടെ ഉദ്ദേശം? ജലസംഭരണികളിലും അതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളിലും ഒന്നും വേണ്ട. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിലൊരു ചെറിയ ഇത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മരുന്നിൽ കൂടെ കൊടുത്താലും മതി. എത്ര ലക്ഷം പേരെ കൊല്ലാൻ, ഇന്ത്യ ഇല്ലാതാക്കാം അല്ലേ? അതായിരിക്കും അവരുടെ പ്ലാൻ. ഇവരുടെ ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഖിലാഫത്ത് ഓഫ് മെഡിക്കോസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല, വളരെ അറിയില്ല, പത്രവാർത്തകളാണ്. ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ ഖലീഫയുടെ ഭരണവുമായിട്ട്, അതായത് തുർക്കിയുമായിട്ട് ഇതിന് ബന്ധം കാണും, തീർച്ചയായിട്ടും ബന്ധമുണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തെ ഇല്ലാതാക്കി, അവിടുത്തെ കുഞ്ഞുങ്ങളും വയസ്സരും യുവാക്കളും എല്ലാവരും അടങ്ങുന്ന ജനതയെ ഇല്ലാതാക്കി ഇവിടെ ഒരു ഖിലാഫത്ത് ഭരണം ഏർപ്പെടുത്തുക നടക്കുമോ?
ഇവിടെ സുരക്ഷ മതിയാകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ബോർഡറൊക്കെ സുരക്ഷ നടത്തുന്നുണ്ടാവാം, പക്ഷേ ആഭ്യന്തര സുരക്ഷ കൊണ്ട് ഇതൊന്നും പോരാ. നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റിയും നമ്മൾ സന്ദർശിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു MBBS പഠിച്ച ഒരാൾ, അയാൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെവിടെയുള്ള ആളാണെന്ന് തോന്നുന്നു, മുഹമ്മദ് ആരിഫ് സംതിങ് ലൈക്ക് ദാറ്റ്, ആ പേരെന്തോണ്. അയാളെയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ 2.5 കോടി മുടക്കി ഇവിടെ ഒരു ഡോക്ടറെ ഉണ്ടാക്കിയെടുത്ത് കൊടുത്തല്ലോ ഗവൺമെൻറ്, അല്ലേ, നമ്മുടെ ഇന്ത്യയെ തന്നെ നശിപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് മതമോ ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്തോ ആയിക്കോട്ടെ, ഈ എക്സ്പ്ലോഷൻസും അതുപോലെ നിങ്ങളുടെ മെഡിസിനിലും ഒക്കെ ഈ വിഷം തന്നും അല്ല എക്സ്പ്ലോഷൻസ് നടത്തുമ്പോഴും മരിക്കുന്നവർ നിങ്ങളും പെടില്ലേ? അതുകൊണ്ട് ഇവിടെ മതം മറന്ന് നമ്മളൊരു കാര്യം ചെയ്യേണ്ട കാര്യം അത്യാവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കിതിനെതിരായിട്ട് ഇവിടെ ആരും മിണ്ടിക്കണ്ടില്ല. അതാണ് രസം. ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരും ഒരു വാക്ക് പോലും ഇവിടെ ഉരിയാടിക്കണ്ടില്ല. പ്രമുഖരായ എത്രയോ ഇമാമുമാരുണ്ട്, അതുപോലെ പ്രമുഖരായ നമ്മുടെ മുസ്ലിം ലീഗുണ്ട്. ആർക്കെങ്കിലും ഒന്നതിനെ എതിർത്തുകൂടെ? കാരണം നിങ്ങളുടെയും കുട്ടികൾ അതിൽ പെടില്ലേ? അവരുടെ ജീവിതം നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഇതിനല്ലല്ലോ. അവരെ നല്ല പൗരന്മാരാക്കാനും അവർ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാക്കാനുമല്ലേ. അപ്പോൾ എല്ലാ മതത്തിലെയും എല്ലാ ജാതിയിലെയും മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക. ഇത്തരം നിഗൂഢമായ നീക്കങ്ങൾ നമുക്കറിയാമായിരിക്കും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നടപ്പുണ്ടാവാം, ഈവൻ ബനാറസ് സർവകലാശാലയിൽ പോലും ഉണ്ടാവാം. അത് ഹിന്ദു സർവകലാശാല എന്നൊക്കെ പറയുന്നു, പക്ഷെ അതിനകത്തും കാണും. പണം കൊടുത്താൽ വീഴാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്തും ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഡോക്ടർമാർ തിരഞ്ഞു പോകുമ്പോൾ ഒരല്പം ഒന്ന് ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലമല്ല, എല്ലാ ഡോക്ടർമാരും ഈശ്വരനല്ല, സാത്താൻ്റെ വേഷത്തിൽ വരുന്നവരും ഉണ്ട്. സാത്താന്മാരും അവർക്കിടയിലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനും ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്, എൻ്റെ മകനും ഒരു ഡോക്ടറാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കും. കണ്ടിട്ടുണ്ടോ? അവർ കാരണം എന്താ? നമ്മൾ വലിയ ആളായ നമ്മളും മനുഷ്യർ തന്നെയാണ്, പക്ഷേ അവർക്കെന്തോ നമ്മളിൽ നിന്നും അസുഖം മാറും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് അവർ ദൈവത്തിനെ കാണുന്ന പോലെ എണീറ്റ് നിൽക്കുന്നത്. ആ ഹോപ്പോടെ വരുന്ന ആളിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളാണ് അയാൾ എന്ന രീതിയിൽ തന്നെ ചികിത്സിക്കുക. ഇവിടെ ടെററിസം അല്ല വേണ്ടത്, മനുഷ്യത്വമാണ്.